ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഓപ്പോയുടെ റെനോ 7 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. റെനോ 7 5G, റെനോ 7 Pro 5G എന്നീ രണ്ട് സ്മാർട്ട് ഫോണുകളാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രോ മോഡലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യം ഡിസ്പ്ലേ നോക്കാം. 6.55 ഇഞ്ചിൻ്റെ ഒരു അമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 120 Hz ഒന്നും അവൈലബിൾ അല്ല. HDR 10+ൻ്റെ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഏകദേശം 920 ഇഞ്ചിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. 1080x2400 പിക്സൽ സ്ക്രീൻ റെസൊല്യൂഷൻ, അതുപോലെ തന്നെ 402 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും വരുന്നുണ്ട് ഡിസ്പ്ലേയിൽ. പഞ്ച് ഹോൾ കട്ടാണ് ഡിവൈസിൽ വരുന്നത്. അതിലാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 89.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ 7 Pro എന്ന ഡിവൈസിൽ വരുന്നുണ്ട്. പ്രൊട്ടക്ഷൻ്റെ ഭാഗത്ത് ഗൊറില്ല ഗ്ലാസ് 5 ആണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. 180 grams ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതുപോലെ തന്നെ 7.5 mm തിക്നെസ് ആണ് ഡിവൈസിന് വരുന്നത്. അത്യാവശ്യം സ്ലിം ആയിട്ടുള്ളൊരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഓപ്പോ റെനോ 7 Pro. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 1200 മാക്സ് എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 5G സപ്പോർട്ടഡ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ്. ARM G77 MC9 ആണ് GPU. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള ഓപ്പോയുടെ ലേറ്റസ്റ്റ് കളർ OS 12 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോൾ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. പ്രൈമറി സെൻസർ 50 MP ആണ്. f1.8 അപ്പർച്ചർ. ഒപ്പം 8 MP അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. അതോടൊപ്പം 2 MP മാക്രോ ലെൻസ് കൂടി വരുന്നുണ്ട്. റിയർ ക്യാമറ വെച്ച് നമുക്ക് 4K വീഡിയോസ് 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡിവൈസിൻ്റെ ക്യാമറയെക്കുറിച്ച് കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോസ്, അതുപോലെ തന്നെ പോർട്രേറ്റ് വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് DSLR എടുക്കുന്ന പോലത്തെയുള്ള വീഡിയോസും ഫോട്ടോസും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 32 MP സെൽഫി ക്യാമറയാണ്. f2.4 ആണ് അപ്പർച്ചർ വരുന്നത്. ബാറ്ററി ചാർജിങ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4500 mAh ബാറ്ററിയാണ്. ഒപ്പം 65 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ഏകദേശം അരമണിക്കൂർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ചാർജ് ചെയ്യാം. റിവേഴ്സ് ചാർജിങ്ങും ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വരുന്നുണ്ട്. സെൽഫി ക്യാമറയിൽ നമ്മുടെ സോണി IMX709 എന്ന സെൻസറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെൻസർ വെച്ചിട്ട് വരുന്ന ആദ്യത്തെ സെൽഫി ക്യാമറയുള്ള സ്മാർട്ട് ഫോൺ കൂടിയാണ് റെനോ 7 Pro. അതുപോലെ തന്നെ റിയർ സൈഡിൽ IMX766 എന്ന സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ 3 ക്യാമറ സെൻസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും എക്സ്ട്രാ ഒരു ഡെഡിക്കേറ്റഡ് കളർ ടെമ്പറേച്ചർ സെൻസർ കൂടി ഈ ഒരു ഡിവൈസിന് നൽകിയിട്ടുണ്ട്. പിന്നെ ഓപ്പോ റെനോ 7 Pro എന്ന ഡിവൈസിൽ LPDDR4X RAM ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റെനോ 7 Pro എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. ഇനി പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ ഒരു സിംഗിൾ വേരിയൻറ്റിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 12GB RAM ആൻഡ് 256GB സ്റ്റോറേജ് ആണ്. അപ്പോൾ ആ ഒരു വേരിയൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 39,999 റുപ്പീസാണ്. ഏകദേശം 40,000 രൂപയാണ് ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് വരുന്നത്. സ്റ്റാർലൈറ്റ് ബ്ലാക്ക്, അതുപോലെ തന്നെ സ്റ്റാർ ട്രെയിൽസ് ബ്ലൂ എന്നിങ്ങനെ 2 കളർ വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന സമയത്ത് ഓവർ പ്രൈസ്ഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം റിയൽമിയുടെ X7 Max എന്ന ഡിവൈസൊക്കെ ഡിമെൻസിറ്റി 1200 ചിപ്സെറ്റുമായിട്ട് വരുന്ന സ്മാർട്ട് ഫോണാണ്. വിത്ത് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ്, സെയിം 4500 mAh ബാറ്ററിയും ഏകദേശം ഒരു 50 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് റിയൽമി X7 Max നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിവൈസ് അണ്ടർ 30,000 റുപ്പീസിന് നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു ചോയ്സ് തന്നെയാണ് റിയൽമി X7 Max ഒക്കെ. പിന്നെ ക്യാമറ നോക്കുന്ന സമയത്ത് റെനോ 7 Pro എന്ന ഡിവൈസ് കുറച്ചുകൂടി ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇറക്കിയ ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ റെനോ 7 Proയിൽ ഉണ്ടായിരിക്കും കമ്പയർ ടു റിയൽമി X7 Max. എന്തായാലും ഈ ഒരു ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.